നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്സിൽ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ എത്തിക്സ് ആൻഡ് വാല്യൂസ്. എല്ലാ കപടന്മാർക്കും, അതുപോലെ തന്നെ കച്ചവട കളവ് നടത്തുന്നവർക്കും, അതുപോലെ പ്രൊഡക്റ്റ് ആളുകളെ പറ്റിക്കുന്നവർക്കും എല്ലാവരുടെയും വാക്ക് നാക്ക് എത്തിക്സ് ആൻഡ് വാല്യൂസാണ്. പക്ഷേ ഈ ധാർമ്മികതയുടെ, നീതിബോധത്തിൻ്റെ, കച്ചവടത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, ഇത് പലർക്കും അറിയില്ല. അതിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോയും വിഷയങ്ങളും. ഒന്നാമത് തന്നെ എത്തിക്കൽ ലീഡർഷിപ്പ് വേണം അതിന്, അതുപോലെ എത്തിക്കൽ സോഴ്സിങ്ങും വേണം. വളരെ പ്രധാനമാണിത്. അതായത് ധാർമ്മികതയുടെ, നീതിബോധത്തിൻ്റെ ഒരു നേതൃത്വം, അതുപോലെ തന്നെ സോഴ്സിങ്. രണ്ടാമത്തെ കാര്യം ട്രാൻസ്പെറൻസിയാണ്. കാരണം നല്ല സ്ഫടിക സമാനമായി ഉള്ളിന്ന് പുറത്തേക്ക്, പുറത്തുനിന്ന് ഉള്ളിലേക്കും കൃത്യമായി കാണാവുന്ന ഒരു ട്രാൻസ്പെറൻസി നമ്മുടെ സംരംഭത്തിന്, ബിസിനസ്സിന് ആവശ്യമാണ്. അത് മറച്ചു വെക്കുന്നില്ല, അതുപോലെ കാപട്യമില്ല, ആളുകളെ പറ്റിക്കുന്നില്ല. മൂന്നാമത്തെ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഗുണമേന്മയുള്ള ഉൽപ്പന്നം നമ്മളെ കയ്യിലുണ്ടോ, നമ്മൾ തന്നെയാണ് രാജാക്കന്മാർ. നമ്മുടെ എത്തിക്സ് ആൻഡ് വാല്യൂസിൻ്റെ അടിസ്ഥാനമുള്ളവരാണ്. ഇതേപോലെ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബവും അതുപോലെ അടിസ്ഥാനം ഏതാണ്, നമ്മുടെ കസ്റ്റമറാണ്, അല്ലേ? ആ കസ്റ്റമറിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയാണ്. ഇതേപോലെ ലോങ് ടേം വിഷൻ, തൊട്ട് മുന്നിൽ ലാഭം, കുറച്ച് ലാഭം, ആ കച്ചവടം ഇത്രയും മതി എന്ന് വിചാരിക്കുന്ന ഒരാളും, അതേപോലെ കുറേ കാലത്തേക്ക് എൻ്റെ അടുത്ത തലമുറകളിലേക്ക് ഇത് നീണ്ടു പോകണം, ഈ ബ്രാൻഡിങ്ങും ഈ ഒരു വലിയ സ്ഥാപനവും ഈ സംരംഭവും എന്ന് കരുതുന്ന ആളും. അപ്പോൾ ലോങ് ടേം വിഷൻ, അതുപോലെ തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. ഇതേപോലെ എംപ്ലോയീസിൻ്റെ അവരുടെ വെൽബീങ്, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സാലറി, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി, അവരോടുള്ള നയസമീപനങ്ങൾ, അവരോടുള്ള പെരുമാറ്റങ്ങൾ, അവർക്ക് കിട്ടുന്ന ഒരു സുഖം ഈ സ്ഥാപനത്തിൽ. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വിവേചനമില്ലാതെ, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം, വിവേചനങ്ങളില്ലാതെ വൈവിധ്യങ്ങളുണ്ടാവും, അല്ലേ? മതങ്ങളിൽ വൈവിധ്യമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിൽ വൈവിധ്യമുണ്ട്, ജനങ്ങളുടെ നിറങ്ങളിൽ പോലും വൈവിധ്യമുണ്ട്, അതുപോലെ തന്നെ ജെൻഡർ, പിന്നെ പുരുഷനും സ്ത്രീയുണ്ട്. ഇങ്ങനെ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളെ ഇൻക്ലൂഷൻ കൊണ്ടുവരിക, ഒരുമിപ്പിക്കുക, ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു വലിയ മാനസികാവസ്ഥ ആ സംരംഭത്തിനുണ്ടാകും. ഇങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും കൊണ്ടുവരുന്ന സ്ഥാപനം. ഇങ്ങനെ തന്നെ ഹോണസ്റ്റ് മാർക്കറ്റിംഗ്, സത്യസന്ധമായ മാർക്കറ്റിംഗ്, അതിൽ മാർക്കറ്റിംഗ് ഒന്നായിരിക്കും, അതുപോലെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന വേറൊന്നായിരിക്കും. ഇങ്ങനെ പലയിടത്തും പറ്റിക്കപ്പെടുന്ന, വ്യാപകമായി വ്യാജേന പല കള്ള ട്രേഡ് മാർക്കും, അതുപോലെ തന്നെ മറ്റുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ബ്രാൻഡ് ചെയ്യപ്പെട്ട, വർഷങ്ങളായിട്ട് ആളുകളുടെ മനസ്സിൽ പതിപ്പിക്കപ്പെട്ട ബ്രാൻഡിൻ്റെ പേരിൽ കള്ള ബ്രാൻഡ് ഇറക്കിക്കൊണ്ടുപോലും ആളുകൾ കച്ചവടം ചെയ്യുന്ന ഒരു സമയമാണിത്. ഇത് വെറും പറയും എത്തിക്സ് ആൻഡ് വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ നിയമങ്ങൾ അനുസരിക്കുക, അതുപോലെ ആ നിയമം അനുസരിച്ച് നമ്മുടെ കച്ചവടത്തെ കൊണ്ടുപോവുക. ഇതൊക്കെ കോംപ്ലിയൻസ് വിത്ത് ലോ എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളം തന്നെയാണ്. ഇങ്ങനെ എത്തിക്സ് ആൻഡ് വാല്യൂസ് ഉള്ള പ്രസ്ഥാനങ്ങളുടെ, സംരംഭങ്ങളുടെ, ബിസിനസ്സിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പം ആൻറ്റി കറപ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എന്താ പറയുക, കറപ്ഷൻ ഇല്ലാത്ത, അല്ലേ? കറപ്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അഴിമതികൾ. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ സ്ഥാപനത്തിനുള്ളിലും പുറത്തും നമ്മൾ ജാഗരൂകമായ ഒരു സേഫ്റ്റി കൺട്രോൾ, ഒരു സെക്യൂരിറ്റി കൺട്രോൾ, ഒരു എന്താ പറയുക, വിജിലൻസ്, ഒരു സർവെയിലൻസ്, ഇത് കൊടുക്കുന്ന ഒരവസ്ഥ എത്തിക്സ് ആൻഡ് വാല്യൂസ് ഉള്ള സംരംഭത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. കാരണം വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ എന്നാണ് ഇതിന് പറയുക. ഒരു കാവലാൾ ഉള്ളിലും പുറത്തൊക്കെ ഉണ്ടാവും, ജാഗരൂകമായിട്ട്. ഇങ്ങനെ തന്നെയാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഒരു പ്രശ്നം ഉണ്ടായാൽ, ചെറുതാവട്ടെ വലുതാവട്ടെ, അത് അങ്ങനെ തന്നെ അവിടെ മൂടി വെച്ച് അവസാനിപ്പിക്കുകയല്ല, അത് അതിൻ്റെ വേരോടെ മനസ്സിലാക്കി പിഴുതെറിയണം. ആ സ്ഥാപനത്തെ ഹനിക്കുന്ന, ക്യാൻസറായി മാറാൻ കാരണമാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലേ? ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ വരാം, അതുപോലെ ക്രൈസിസ് വരാം, വലിയ വലിയ ചാലഞ്ച്, വെല്ലുവിളികൾ വരാം. എന്തായാലും പ്രശ്നങ്ങൾ അതേ സമയത്ത് തന്നെ പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇതുപോലെ തന്നെ റെസ്പെക്റ്റ്, പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും ആദരവും കൊടുക്കുന്ന, ബഹുമാനം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതുപോലെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ചോദ്യത്തിന് വിധേയമാകുക. ഞാൻ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടവരാണ് പലർക്കും, സർക്കാരിന്,
സമൂഹത്തിന്, നമ്മുടെ എംപ്ലോയീസിന്, നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും എന്നുള്ള ബോധമാണ് അക്കൗണ്ടബിലിറ്റി നമ്മൾ പറയുന്നത്. ഇതുപോലെ ഇൻറ്റഗ്രിറ്റി, എല്ലാവരെയും ഉത്ഗ്രഥിപ്പിച്ച് ഇപ്പോൾ ദേശീയ വികാരത്തോടൊപ്പം നമ്മുടെ നാടിൻ്റെ വികാരങ്ങൾക്കൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം നമ്മുടെ സംരംഭത്തെയും കൊണ്ടുപോകാനുള്ള ഒരു ഇൻറ്റഗ്രിറ്റി കൂടെ ഉണ്ടാകുമ്പം നമുക്ക് എത്തിക്സ് ആൻഡ് വാല്യൂസ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്, അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അടയാളങ്ങളെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലുണ്ട് എന്ന് സമാധാനിക്കാനും നമുക്കത് പുറത്ത് പ്രഖ്യാപിക്കാനും സാധിക്കും. ഇത്തരത്തിലുള്ള എത്തിക്സ് ആൻഡ് വാല്യൂസ് നമ്മുടെ സംരംഭത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധ കാണിക്കുകയും ഗൗരവം കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ശ്രദ്ധേയമായ ഈ വീഡിയോയുടെ സന്ദേശം.